നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ATM കാർഡ് ഇല്ലാതെ എങ്ങനെ ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ യോനോ SBI ഉപയോഗിക്കുന്നവരായിരിക്കണം. അപ്പം നിങ്ങൾ ഇതുവരെ യോനോ SBI രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ അതെങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ അവസാനവും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി ആദ്യം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ യോനോ SBI ഉപയോഗിച്ച് കാർഡില്ലാതെ നമുക്ക് ATM കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് പണം അനായാസമായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോയിലേക്ക് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഈ വീഡിയോ മുഴുവൻ കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ലൈക്ക്, അതുപോലെ തന്നെ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ യോനോ SBI നിങ്ങളുടെ MPIN എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ യോനോ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും താഴെ ATM എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇവിടെ മുകളിലായിട്ട് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ടെന്നും കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് ഇവിടെ ഞാൻ 1000 എൻ്റർ ചെയ്തിരിക്കുന്നത്. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ യോനോയുടെ പിൻ നമ്പർ എത്രയാണെന്ന്. അതായത് നമ്മൾ യോനോ SBI ലോഗിൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ 6 അക്കമുള്ള ഒരു പിൻ നമ്പർ വെച്ചാണ് യോനോ SBI ലോഗിൻ ചെയ്യുന്നത്. അപ്പം ആ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോഴത്തേനും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്നും ഒക്കെ ഇവിടെ കാണുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങളുടെ റിക്വസ്റ്റ് ചെന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. അപ്പം ഈ OTP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ OTPയും അതുപോലെ തന്നെ നിങ്ങളുടെ MPIN-ഉം ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ATM-ൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ OTP നോട്ട് ചെയ്ത് വെക്കുക. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ATM കൗണ്ടർ എവിടെയാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ലൊക്കേഷൻ ഇൻഫർമേഷൻ, അതായത് GPS ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് നിയറസ്റ്റ് യോനോ ക്യാഷ് പോയിന്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ATM കൗണ്ടർ എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ എൻ്റെ 3 എണ്ണമാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആ അടുത്തുള്ള ATM കൗണ്ടറിൽ പോവുക. അപ്പം 4 മണിക്കൂറിനുള്ളിൽ 4 മണിക്കൂർ വരെയാണ് ഇത് വാലിഡ് ആയിട്ടുള്ളൂ ആ നമ്പർ. അപ്പം നിങ്ങൾ മാക്സിമം 4 മണിക്കൂറിനുള്ളിൽ തന്നെ ATM കൗണ്ടറിൽ സമീപിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനുശേഷം ATM കൗണ്ടറിൽ വന്നതിന് ശേഷം ഇവിടെ യോനോ ക്യാഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ATM കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് യോനോ ക്യാഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ നമ്പർ, അതായത് നിങ്ങൾക്ക് SMS ആയിട്ട് മൊബൈലിൽ വന്ന 6 അക്കമുള്ള ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ 1000 എൻ്റർ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 1000 എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ 6 ഡിജിറ്റുള്ള യോനോ പിൻ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ MPIN, നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന MPIN ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ പ്രോസസ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങൾക്ക് ATM-ലൂടെ ഇങ്ങനെ ഈ രീതിയിൽ പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ATM കാർഡ് ഇല്ലാതെ തന്നെ. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.